ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില പരിപ്പ് കറിയാണ് കേട്ടോ. തേങ്ങ അരച്ചത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കറികളാണത്. അപ്പോൾ ഇത് നമ്മൾ RPFൻ്റെ ഫോട്ടോസ് ഉണ്ട് തൊട്ടപ്പുറത്ത്, അവിടെ പോയിട്ടാണ് മുരിങ്ങയുടെ ഇല പൊട്ടിക്കുന്നത്. ഇവിടെ ഉള്ളവർ അങ്ങനെ മുരിങ്ങയുടെ ഇല യൂസ് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ വേഗം പോയിട്ട് നമുക്ക് വേണ്ട കുറച്ച് മുരിങ്ങയുടെ ഇലയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, പൂച്ചക്കുട്ടന്മാരും നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. എവിടെ പോവുകയാണെങ്കിലും പിന്നാലെ വരും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഒപ്പം ഓടി ചാടി വരുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ക്വാർട്ടേഴ്സ് തന്നെയാണ്. അങ്ങനെ അവിടുന്ന് അതെല്ലാം ലോക്ക് ചെയ്തിട്ട് നമ്മുടെ വീടെത്തി ഇതേ മുരിങ്ങയുടെ ഇല വേഗം ഊരിയെടുക്കുകയാണ്. ഊരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പണി ഭയങ്കര കുറവല്ലേ. അപ്പോൾ ഇതേ വേഗം അതൊക്കെ ചെയ്തു. എനിക്കിഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒത്തിരി ഉണ്ടായിരുന്നു ഒറ്റപ്പാലം സൈഡിൽ. പക്ഷേ ഇപ്പോൾ അമ്മ പറയുന്നുണ്ട് എറണാകുളത്തൊന്നും അധികം കിട്ടാനില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പരിപ്പ് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 10-20 മിനിറ്റ്. അതാകുമ്പോൾ വേഗം വേവും. അപ്പോൾ അത് വേഗം കുക്കറിലാക്കിയിട്ടുണ്ട്. ആക്ച്വലി പരിപ്പിൻ്റെ ഒപ്പം ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും ഗൈസ്. പക്ഷേ ഇന്ന് എന്തോ വീഡിയോ എടുക്കാനുള്ള ത്വരയിലാണോന്ന് അറിയില്ല, ഞാൻ മറന്നുപോയി. ലാസ്റ്റ് പരിപ്പ് വെന്തതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ഇട്ടത്. അപ്പോൾ നമുക്ക് അടുത്ത തേങ്ങയുടെ അരപ്പുണ്ടാക്കാം. തേങ്ങയും പച്ചമുളകും, ഇടയ്ക്ക് ഞാൻ ജീരകം ആഡ് ചെയ്തിട്ടോ, ഇന്ന് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിലിട്ടിട്ട്. പിന്നെന്താണ്, അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതെ സെറ്റായിട്ടുണ്ട്. പരിപ്പ് വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. വിസിലെല്ലാം വന്നിട്ട് ആ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അതാ പരിപ്പ് നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, മറന്നു പോയ സാധനങ്ങളെല്ലാം ഇട്ടു ഗൈസ്. ഇപ്പം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാണ്, ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ് സോട്ട് ചെയ്തിട്ട്. അതിനുശേഷം ഞാൻ മുരിങ്ങയുടെ ഇല കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കഴുകിയില്ല കേട്ടോ, കുറച്ച് ഞാൻ മുരിങ്ങയും മുട്ട ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ മുരിങ്ങയുടെ ഇല തോരനൊക്കെ എനിക്കിഷ്ടം. അപ്പോൾ അതിനുവേണ്ടി ബാക്കി വെച്ചു. ബാക്കി കുറച്ച് എടുത്തിട്ട്, കറിയിലേക്ക് നമുക്ക് അത്ര ആവശ്യമില്ലല്ലോ, അപ്പോൾ അതെടുത്തിട്ട് ഇത് കറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതൊന്ന് വേവാൻ വേണ്ടി ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. അതിനുശേഷം തേങ്ങ അരച്ച അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് മാത്രമല്ല, അതിനുശേഷം ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഞാൻ 2-3 വട്ടമായിട്ട് ചേർക്കും ഗൈസ്. ഞാൻ അതൊന്നും കളയാറില്ല, നിങ്ങളും കളയാറുണ്ടാവില്ല. അങ്ങനെ അതും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയായി. എനിക്ക് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം, ഞാൻ അധികം വെള്ളം ആഡ് ചെയ്യാറില്ല. ഇത് കുറച്ച് ആക്കി ഇരുന്നാലും ഇത് കുറച്ച് തിക്കാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു. വെള്ളം ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് കറി സെറ്റായിട്ടുണ്ട്. ഇനി ആക്ച്വലി ഞങ്ങളുടെ അവിടെ എൻ്റെ അമ്മയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇങ്ങനെ ഇടും. അത് നല്ല ടേസ്റ്റാണ് വറുത്തിട്ട് ഇട്ട് കഴിഞ്ഞു. പക്ഷേ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വോയിസ് കൊടുക്കാനുള്ളതുകൊണ്ട് അങ്ങനെ ഡിലേ ആയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടമായിരിക്കും എന്ന് തോന്നുന്നു. പറയണേ എല്ലാവർക്കും മുരിങ്ങക്കറി ഇഷ്ടമാണോ എന്നുള്ളത്. എനിക്കിങ്ങനെ നാടൻ കറികളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. അതിൽ കടുക്, മുളക്, കറിവേപ്പില, കടുക് വറ, എന്നിട്ട് അതിലോട്ട് ഒഴിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലഞ്ചിന് അന്നുണ്ടായിരുന്നത് ചോറ്, മുരിങ്ങക്കറി. പിന്നെ എനിക്ക് എല്ലാ കറിയോടൊപ്പം തൈര് കൂട്ടാൻ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ മുരിങ്ങക്കറിയുടെ ഒപ്പമൊക്കെ തൈര് കൂട്ടി കഴിക്കും. പിന്നെ സോയാബീൻ വറുത്തുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ മാങ്ങാച്ചാറ്. പിന്നെ കാന്താരി, നമ്മുടെ ചീനിമുളകില്ലേ, അത് വിനാഗിരിയിൽ ഇട്ടതുണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു സൂപ്പർ ലഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചധികം വീഡിയോസായിട്ട് ഇനിയും വരാം കേട്ടോ ഇതേപോലെ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ കറി ആയതിനു ശേഷം കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് എടുക്കുമ്പോഴേക്കും നല്ല എല്ലാം പിടിച്ച് മസാലയൊക്കെ പിടിച്ച് സൂപ്പറായിട്ടുണ്ടോ. അപ്പോൾ ചോറ്, മുരിങ്ങക്കറി, സോയാബീൻ വറുത്തത്, വിനാഗിരിയിലിട്ട കാന്താരിയും, പിന്നെ നല്ല അച്ചാറും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.